വേറെ സംഗീതം ഇല്ലേ എനിക്കാശ്രയം നീതാ നാലാ കൈവെടിയല്ലേ കാത്തുരക്ഷിക്കാൻ സാരാ കർത്താവിയെന്നാശ്രയം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ലജ്ജയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയുമാണ് ഈ വാക്യത്തിൽ വെളിവാകുന്നത്. കഷ്ടകാലത്ത് ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ലജ്ജയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവത്തിലുള്ളതായ വിശ്വാസവും ശത്രുക്കളാൽ താൻ പരാജയപ്പെട്ടു പോകുകയില്ല എന്ന ഉറപ്പും ദാവീദിന് ഉണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തത, തൻ്റെ വിശ്വസ്തരോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ സ്നേഹത്തിൻ്റെയും അചഞ്ചലമായ പിന്തുണകളുടെയും തെളിവാണ്. പാപം വെളിപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്മാനമാണ് ലജ്ജ. ദൈവത്തെങ്കിലേക്ക് സ്വയം നയിക്കുവാൻ ലജ്ജ നമ്മെ സഹായിക്കും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദാവീദിനെ പോലെ നമുക്കും ദൈവത്തിൽ ആശ്രയിക്കാം. നാം ലജ്ജിച്ചു പോകാതെ, ശത്രു നമ്മുടെ മേൽ ജയം നേടാതെ അവൻ നമ്മെ സംരക്ഷിക്കും. പ്രാർത്ഥിക്കാം. ദിനംപ്രതി നിന്നിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.